ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. അങ്ങനെ ഞങ്ങളിത് കൊളോസിയം എത്തി. റോമിലെ ഡേ 2 ആണ്. നമ്മൾ വെളുപ്പിന് തന്നെ തിരിച്ച് നേരെ കൊളോസിയം വന്നു. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ്. ഇതൊരു ആംഫി തിയേറ്ററാണ് കേട്ടോ. റോമൻ സാമ്രാജ്യം പണിതുയർത്ത ഒരു ആംഫി തിയേറ്ററാണ്. കുറേയൊക്കെ ഇത് റൂയിൻഡാണ്. എന്നാലും എല്ലാ വർഷവും ഒരു 4 മില്യൺ ആളുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു അട്രാക്ഷനാണ്. അപ്പം ലോകത്തിലെ ഇത്രയും വലിയൊരു അത്ഭുതം നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നത് തന്നെ ഭയങ്കര ഒരു ഡ്രീം കം ട്രൂ ആയിട്ട് തോന്നി. കൊളോസിയത്തിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് വേണ്ടി ഇവിടെ വരണം. നമുക്കൊരു ഗൈഡഡ് ടൂർ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഒരു 3 hours ടൂർ. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് പാന്തിയൻ കാണാൻ വേണ്ടിയിട്ടാണ്. പാന്തിയൻ എന്ന് പറഞ്ഞാൽ അനദർ ഫേമസ് മോണുമെൻ്റ് ആണ്. ഇത് പണ്ടൊരു ടെമ്പിളായിരുന്നു. പിന്നീട് ഇപ്പോൾ ഇവിടെ ഒരു ചേർച്ചൊക്കെ ബിൽഡായിട്ടുണ്ട്. നമ്മൾ ആർക്കിടെക്ചറും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു ബിൽഡിങ്സൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് അട്രാക്റ്റീവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കൊളോസിയത്തിൽ വന്നു. നമ്മുടെ ഗൈഡഡ് ടൂർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഗൈഡ് ഈ ഒരു ലേഡി ആയിരുന്നു. അവർ നമ്മളെ ഈ കൊളോസിയത്തിൻ്റെ അരേന ഫ്ലോറിൽ കൊണ്ടുപോയി. അതുപോലെ ഇവിടുത്തെ കഥകളെല്ലാം പറഞ്ഞു തരുമായിരുന്നു. ഗ്ലാഡിയേറ്റേഴ്സിൻ്റെ കഥകളും സ്റ്റോറീസൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ സ്റ്റോറീസൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലും അത്ര കേൾക്കാൻ സുഖമുള്ള സ്റ്റോറീസൊന്നും അല്ല. ഈ ഒരു പില്ലേഴ്സിലൊക്കെ അയൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആളുകൾ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോൾസൊക്കെ കാണുന്നത്. അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ഗൈഡഡ് ടൂർ എടുത്തത് ഭയങ്കര വേർത്തായിട്ട് തോന്നി. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ബിൽഡിംഗ് കണ്ടു വരുന്ന പോലെ തോന്നുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ സ്റ്റോറിയും ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അറിയാൻ പറ്റി. പക്ഷേ 3 മണിക്കൂർ ഒരു ഭയങ്കര എക്സോസ്റ്റിംഗ് ആണ്. കാരണം ഒരുപാട് നടക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല ക്രൗഡഡും ആണ് ഈ ഒരു സമയം. കൊളോസിയം വിസിറ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ അറൗണ്ട് £100 കൂടുതൽ നമുക്കിതിൻ്റെ ടിക്കറ്റായി. പിന്നെ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് കൂടെ വിസിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഞങ്ങൾ നോക്കിയ സമയത്ത് ടിക്കറ്റ്സ് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ കൊളോസിയം വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇൻ അഡ്വാൻസ് നമ്മൾ ഇതിൻ്റെ ടിക്കറ്റൊക്കെ നോക്കണം. പിന്നെ അത്ര ചീപ്പായിട്ട് നമുക്ക് കിട്ടില്ല. പക്ഷേ ഡെഫിനറ്റ്ലി വേർത്ത് ഇറ്റ് ആണ്. ബിക്കോസ് നമ്മൾ ഒരു ഗൈഡഡ് ടൂർ ആകുമ്പോൾ നമുക്കിതിൻ്റെ ഓരോ കോർണറും ഇതിൻ്റെ ഒരു സ്റ്റോറി പറയുന്നതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. Animals. Imagine the props, the scenery, all the stuff. Arena. Does anyone speak Spanish? Sí. Arena in Spanish is Sand. sand. So the wooden, this is a replica of the original floor where the gladiators and the hunters used to fight. There was a wooden floor, and on top of it.
This mapping inside of a courthouse where the criminals were tried to damnatio ad bestia. So the way to എങ്ങനെയുണ്ട് ടൂർ? ചെയ്ത പാപമെല്ലാം തീർന്നു. അയ്യോ അല്ലാട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയില്ലേ, ഒന്നും ഓർക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ അല്ല, എന്താ പറയുക, ടു മച്ച് ഓഫ് ഇൻഫർമേഷൻ ആണ്, ടു മച്ച് അല്ലേ? കൊച്ചിനൊന്നും മനസ്സിലാവാത്തതുകൊണ്ട്. അല്ല, ഞാനിത് പണ്ട് പഠിച്ചതുകൊണ്ട് എനിക്ക് അതൊക്കെ ഒന്ന് അയവർക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. നിനക്ക് എന്തായിരുന്നു? എനിക്കോ ക്ലാസ്സിൽ നിന്ന് പുറത്തു വന്നൊരു ഫീലാണ്. ത്രീ 4 hours ഒരു നടത്തം കഴിഞ്ഞു. നമ്മൾ കൊളോസിയത്തിൻ്റെ ഹിസ്റ്ററിയും സ്റ്റോറീസും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഒരു പാസ്റ്റ കഴിക്കാൻ വന്നേക്കാണ്. ഇറ്റലിയിൽ വന്നിട്ട് ഇപ്പോഴാണ് കേട്ടോ പാസ്റ്റ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലെ പാസ്റ്റ അടിപൊളിയാണ് എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് വന്നതാണ്. വന്നപ്പോൾ ഇവിടെ നീണ്ട ക്യൂ. ഞങ്ങൾ ഏകദേശം ഒരു 1 hour ഇവിടെ ക്യൂ നിന്നു. എന്നാലും ഇന്ന് ഡേയ്സിൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ കുറച്ച് ക്യൂ നിന്നാലും നല്ല ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മൾ വന്നു. പാസ്റ്റൊക്കെ കഴിച്ചു, അടിപൊളിയായിരുന്നു. നമ്മൾ നല്ലൊരു ചീസി പാസ്റ്റയാണ് രണ്ടുപേരും കഴിച്ചത്. രണ്ടുപേർക്കും ഇഷ്ടമായി. പേരുകളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടായിട്ടോ എടുത്ത് നമ്മളൊരു ഡേ പാസ് എടുത്തിരുന്നു. അതിൽ നിങ്ങൾ ബസ്സിൽ തിരക്ക് കണ്ടോ. അതുപോലെ ഇവിടെ ടിക്കറ്റ് നമ്മൾ എപ്പോഴും വാലിഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചെക്കിംഗ് ഉണ്ടാവും. ഫൈൻ അടിച്ചാൽ 100 pounds പോക്കാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ടിക്കറ്റ് എടുക്കുക, അത് വാലിഡേറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ബർത്ത്ഡേ ഈവനിങ് നമുക്ക് റാപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ടിരാമിസു കഴിക്കാമെന്ന് വെച്ചിട്ട് ഒരു 100 ടിരാമിസുവിൽ വന്നേക്കാണ്.
അത് ടിരാമിസുന് മാത്രമായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ 100 വെറൈറ്റീസ് ഓഫ് ടിരാമിസു ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഞാനിത് തീർച്ചയായിട്ടും റെക്കമെൻഡ് ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ 3 എണ്ണം ട്രൈ ചെയ്തു. ഭയങ്കര ഹെവിയാണ്, നല്ല ടേസ്റ്റുള്ള ടിരാമിസു ആണ്. ഫെററോഷയുടെ ടിരാമിസു ആണ്. അത് ആദ്യം തന്നെ തീർന്നു പോയി എന്ന് അവർ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പിസ്താഷ്യോ ഫ്ലേവർ ട്രൈ ചെയ്തു, അടിപൊളിയായിരുന്നു. അതാണ് എൻ്റെ ഫേവറേറ്റ്. പിന്നെ ചോക്ലേറ്റിൻ്റെ ഒരു ന്യൂട്രെല്ല ഫ്ലേവറുള്ള ഒരെണ്ണം ട്രൈ ചെയ്തു, അതും അടിപൊളിയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ റോമിൽ വരുവാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവമാണ് ടിരാമിസു. ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. റോമിലെ കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.